നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്താ പറ്റുന്നത്? അദ്ദേഹം എവിടെ ചെന്നാലും മൈക്ക് കുഴപ്പമാണ്. തലയോലപ്പറമ്പിൽ മൈക്ക് ഒടിച്ചു. ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണത്തിന് പോയപ്പോൾ മൈക്ക് ഹൗളി ചെയ്തെന്ന് പറഞ്ഞ് മൈക്ക് സെറ്റ് കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോയി. മൈക്കിനകത്ത് ആരെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടോ? അത് ഈ യാദൃച്ഛ്യമായിട്ട് സംഭവിക്കുന്നതാണ് ഇതൊക്കെ. പക്ഷേ മുഖ്യമന്ത്രിയുടെ റെസ്പോൺസാണിത് വഷളാക്കുന്നത്. ഇതെല്ലാവർക്കും സംഭവിക്കുന്നുണ്ട്. ആര് സംസാരിച്ചു കഴിഞ്ഞാലും ഇതിങ്ങനെയൊക്കെ മൈക്കിൻ്റെ ചില ട്രബിളൊക്കെ വരാറുണ്ട്. ആരും അത് പ്രശ്നമാക്കാറില്ല. മൈക്കിൻ്റെ പേരിൽ കേസെടുക്കുക, മൈക്കുകാരൻ്റെ പേരിൽ കേസെടുക്കുക, മൈക്ക് സെറ്റ് എടുത്തു ഇങ്ങനെ ചെയ്യുന്നതൊരു ആ ഒരു ഫൂളിഷ്നെസ് ഉണ്ടല്ലോ. ആ ആംപ്ലിഫയറും മൈക്കും ഒക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുക, 2-3 ദിവസം അവിടെ വെച്ചുകൊണ്ടിരുന്നിട്ട് അയാളുടെ ഉപജീവനം മുട്ടിച്ചിട്ട് പിന്നെ അത് തിരിച്ചു കൊടുക്കുക. മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാവണമെന്നില്ല. ഈ അതിനകത്തൊന്നും ഒരു സബ്സ്റ്റൻസും ഇല്ല. വാസ്തവത്തിൽ സുനിൽ നോക്കി, ഹൗളിംഗ് എന്ന് പറയുന്ന ഒരു സാധാരണ ഫിലിം നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് എന്താ? മൈക്ക് ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ ആരാ? പ്രത്യേകിച്ചൊരു സാമർഥ്യം ഒന്നും വേണ്ട. ഇലക്ട്രിക്കൽ കണക്ഷൻ അറിഞ്ഞിരിക്കണം. മൈക്ക് ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യുക, ആംപ്ലിഫയറിലേക്ക് നിന്ന് ബോക്സിലേക്ക് കണക്ട് ചെയ്യുക. ഇത്രയും അറിയാമെങ്കിൽ നിങ്ങൾ മൈക്ക് ഓപ്പറേറ്ററായി. ഇതാണ്. അല്ലാതെ ഒരു ഹോളിൽ എക്കോ ഉണ്ടാകുമോ, ഇതൊന്നും ആരും സൗണ്ട് എഞ്ചിനീയറിംഗ് ഒന്നും പഠിക്കണ്ട. പക്ഷേ മിനിമം ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സാധാരണ സംഭവിക്കുന്ന ഒരു കുഴപ്പമാണ്, വേദിയിലിരിക്കുന്നവർക്ക് പ്രസംഗം കേൾക്കാൻ പറ്റില്ല. പ്രസംഗിക്കുന്ന ആൾ വേദിയിൽ തന്നെ ഒരു സൈഡിൽ നിന്ന് പ്രസംഗിക്കുകയാണ്. പക്ഷെ വേദിയിൽ ബാക്കിയിരിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് ഈ പ്രസംഗം കേൾക്കാൻ പറ്റില്ല. ഈ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചപ്പോൾ PJ കുര്യൻ തർജ്ജമ ചെയ്തു. PJ കുര്യന് ഹിന്ദിയോ ഇംഗ്ലീഷോ അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, കേൾക്കാഞ്ഞിട്ടാണ് അന്ന് ഈ കൺഫ്യൂഷൻ വന്നത്. PJ കുര്യൻ എന്താണെന്ന് ചോദിക്കുന്നു. ഇങ്ങനെയൊക്കെ വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, PJ കുര്യൻ ഈ പ്രസംഗം കേൾക്കുന്നില്ല, തൊട്ടടുത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ബട്ട് യു വിൽ നോട്ട് ഹിയർ. കാരണം നിങ്ങൾ ആ ഒരു ഷാഡോയിലാണ്. ഈ ബോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിങ്ങൾ സ്റ്റേജിലേക്ക് വെച്ചാൽ പോലും ചിലപ്പോൾ കേട്ടൊന്നും വരില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും സൗണ്ട് ക്യാൻസലായി പോയിട്ട് ഇതിൻ്റെ ഒരു ഷാഡോ, ആ ഷാഡോയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നല്ല നട്ടാപ്ര വെയിലത്ത് നിങ്ങൾക്ക് തണലുള്ള ഒരു സ്ഥലം ഉണ്ടാകും. കാരണം അപ്പുറത്തെ ഒരു ബിൽഡിംഗ്, അതിൻ്റെ മൂലയ്ക്കാണ് സൂര്യൻ നിന്ന്, അതിൻ്റെ നിഴൽ ഇപ്പുറത്തേക്ക് വീണ് ഇതിൻ്റെ നിഴൽ ഇങ്ങോട്ടും വീണിട്ട് ക്യാൻസലായി പോയിട്ട്, ചുരുക്കി പറഞ്ഞാൽ വെയിലുള്ള സ്ഥലം കുറവും തണലുള്ള സ്ഥലം കൂടുതലുമായിട്ടൊരു പൊസിഷൻ ഉണ്ടാകും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വെയിലുണ്ടാവേണ്ടതാണ്. പക്ഷേ ക്യാൻസലായിട്ട് ഷാഡോ ആയിട്ട് നിൽക്കുക, അവിടെ നമുക്ക് തണലത്ത് നിൽക്കാം. മഴ അങ്ങനെയാണ്. തമിഴ്നാട്ടിൽ മഴനിഴൽ പ്രദേശം എന്ന് പറയില്ലേ, ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ അടിക്കുമ്പോഴും അവർക്ക് മഴ കിട്ടുകയില്ല. നോർത്ത് വെസ്റ്റ് എന്താണ് ശരിക്കും, എന്താണ് മഴയുടെ നിഴലിലാണത്. മഴ അവിടെ പെയ്യുന്നില്ല, മഴ പെയ്യില്ല. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അടിക്കുമ്പോഴും പെയ്യില്ല, വടക്ക് കിഴക്കൻ മൺസൂൺ അടിക്കുമ്പോഴും പെയ്യില്ല. അവരെപ്പോഴും ഷാഡോയിലാണ്. കാരണം നമ്മുടെ പൂർവ്വഘട്ടം പശ്ചിമഘട്ടം 2 മലനിരകളുണ്ടല്ലോ. ഇതെങ്ങനെ പോയി ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ്റെ താഴെയാണ് ഈ മഴനിഴൽ പ്രദേശം. അവർക്കത് കിട്ടുന്നില്ല. നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ ഒരു ഗതികേടാണ്. ഈ മഴനിഴൽ പ്രദേശത്തേക്ക് വെള്ളം കൊടുക്കുന്നതാണ് മുല്ലപ്പെരിയാറിൻ്റെ ധർമ്മം. അതുകൊണ്ടാണ് മുല്ലപ്പെരിയാർ അവിടെയും ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ആയിട്ട് മാറിയിരിക്കുന്നത്. അത് നമ്മുടെ വിഷയമല്ല. ഞാൻ ഇതുപോലെ ഈ സൗണ്ട് കേൾക്കാത്ത ഒരു സ്ഥലം അവിടെ ഇവിടെയായിട്ട് ഓഡിറ്റോറിയത്തിലും സ്റ്റേജിലും ഉണ്ടാകും. ഈ ബോക്സ് വയ്ക്കുന്നത് കറക്റ്റ് അല്ലെങ്കിൽ, ബോക്സ് വയ്ക്കുന്നത് കറക്റ്റ് അല്ലാതെ വരുമ്പോഴാണ് ഹൗളിങ്ങും ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ ശബ്ദം മൈക്ക് പിടിച്ചെടുത്തിട്ട് ആംപ്ലിഫയറിൽ കൊടുക്കുന്നു, അത് ആംപ്ലിഫൈ ചെയ്ത് വലുതാക്കിയിട്ട് ബോക്സിൽ കൊടുക്കുന്നു. ഈ ബോക്സ് ഇരിക്കുന്നത് ഈ മൈക്കിൻ്റെ ഒരു പ്രത്യേക ഡിഗ്രിയിലാണെങ്കിൽ ആ ബോക്സിലെ ശബ്ദം ഈ മൈക്കിലേക്ക് വീണ്ടും വരും. ഇത് വീണ്ടും ആംപ്ലിഫൈ ചെയ്ത് ബോക്സിൽ കൊടുക്കും. ബോക്സ് മൈക്കിന് തരും, വീണ്ടും ആംപ്ലിഫൈ ചെയ്ത് ബോക്സ്. അപ്പോൾ ഈ എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോകുന്നത്. കാരണം ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആംപ്ലിഫൈ ചെയ്തു തിരിച്ചു വന്നു, ആംപ്ലിഫൈ ചെയ്ത് തിരിച്ചു വന്നു. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. അതിനാകെ ചെയ്യുന്നത് ഈ ആംപ്ലിഫൈയിങ് റൂട്ട് അങ്ങ് ബ്രേക്ക് ചെയ്യുക. സാധാരണ പ്രാസംഗികരൊക്കെ ചെയ്യുന്നതാണ്. അവർ ആ മൈക്കൊന്ന് പൊത്തിപ്പിടിക്കും, ശബ്ദം നീക്കും. കൈ എടുത്ത് കഴിയുമ്പോൾ വീണ്ടും ചിലപ്പോൾ തുടങ്ങിയെന്ന് വരും. മൈക്കൊന്ന് മാറ്റുകയോ അല്ലെങ്കിൽ ബോക്സ് ഒന്ന് തിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിൽക്കും. ഇതൊക്കെ ഒരു മൈക്ക് ഓപ്പറേറ്ററും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. മുഖ്യമന്ത്രിയെ പോലുള്ള ഒരു സംസാരിക്കാൻ വരുമ്പോൾ
ഒരു മൈക്ക് ടെസ്റ്റിംഗ് ഒക്കെ നടത്തേണ്ടതല്ലേ? അതെ, തീർച്ചയായിട്ടും നടന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിലുണ്ടല്ലോ, വേദിയുടെ സ്ട്രെങ്ത് പോലും പരിശോധിക്കേണ്ടതാണ്. കാരണം ആളെത്രയാണ് വേദിയിൽ ചാടിക്കയറുന്നതെന്ന് ആർക്കും അറിയില്ല. അപ്പം അത്രയും ആളുകൾ അങ്ങനെയാണ് ഈ വേദി പൊളിഞ്ഞ് താഴെ വീണ് തെരഞ്ഞെടുപ്പ് വേദി, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ. കാരണം സദസ്സിലുള്ളവരെക്കാൾ കൂടുതൽ വേദിയിലാണ്. അവസാനം വേദി പൊളിഞ്ഞ് രമേശ് ചെന്നിത്തലയുടെ പുറത്ത് ഉമ്മൻചാണ്ടി വീണ്, അതിൻ്റെ പുറത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വീണ്, അങ്ങനെ ആകെ കൂടെ കുഴപ്പമില്ല ഒരവസ്ഥ. ഇതുപോലത്തെ മിനിമം കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് വേണം ഇത് ചെയ്യാൻ. പക്ഷേ തലയോലപ്പറമ്പിൽ മുഖ്യമന്ത്രിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. അദ്ദേഹം അക്ഷോഭ്യനായിട്ട് സ്വന്തം സീറ്റിൽ പോയിരുന്നു. പക്ഷേ നമ്മൾ കണ്ടതാണ്, പ്രസംഗം നടത്തിയപ്പോൾ ഒരു സ്ത്രീ മനോഹരമായ പ്രസംഗം കാഴ്ചവെച്ച മുഖ്യമന്ത്രി എന്ന് പറഞ്ഞപ്പോൾ തിരിഞ്ഞു നിന്നിട്ട് അത്തരം പ്രയോഗങ്ങളൊന്നും വേണ്ട എന്ന് ക്ഷോഭിക്കുന്നത് അത് ഞാനും അപ്രീഷിയേറ്റ് ചെയ്ത് കേട്ടോ. കാരണം ആ പ്രയോഗം മോശമാണ്. ഈ മനോഹരമായ പ്രസംഗം കാഴ്ചവെക്കുക എന്ന് പറയുന്നത് ഏത്തക്കൊലയാണ്. ഇതും കാഴ്ചവെക്കാനായിട്ട് അത് സൂപ്പർ തെറ്റായ ഒരു മലയാളം പ്രയോഗമാണ്. പ്രസംഗം കാഴ്ചവെക്കുക, ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി റോങ്. കേരളത്തിലെ വലിയൊരു ദുരിതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികൾക്ക് മലയാളം അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. മലയാളം ശൈലി, മലയാളം പ്രയോഗം ഇതൊന്നും അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ മുഖ്യമന്ത്രി അത് വിചാരിച്ചിട്ടാണ് ഈ നല്ലൊരു പ്രസംഗം കാഴ്ചവെച്ചു എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിണറായി വിജയൻ്റെ മലയാളത്തിൽ നിങ്ങൾക്ക് വ്യാകരണത്തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല, അക്ഷരത്തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല, ഉച്ചാരണത്തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആകെ ഉച്ചാരണത്തിൽ വേണമെങ്കിൽ തെറ്റെന്ന് പറയുന്ന ഈ മലബാറിലെ ഉച്ചാരണം ഉണ്ടല്ലോ, ഇന്ദ്ര എന്ന് പറയുക, ചന്ദ്രനും ചന്ദ്രനും അങ്ങനെയൊക്കെ പറയുന്നു. അത് മലബാറിലെ സ്ലാങ്, തെറ്റൊന്നുമല്ല. അത് മലബാറിലെ സ്ലാങ്ങാണ്. അത് മലബാറിലുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പിണറായി വിജയന് ഒരല്പം കുറവാണത്. കോടിയേരി ഒക്കെ പറയുന്നത് അങ്ങേയറ്റമാണ്. ഇ.പി. ജയരാജൻ, എം.വി. ജയരാജൻ അവരൊക്കെ പറയുമ്പോൾ ഇത് എക്സ്ട്രീമാണ്. പിണറായിക്ക് അതുപോലും കുറവാണ്. അക്കാര്യത്തിൽ നമ്മൾ പിണറായിയെ അഭിനന്ദിക്കണം. ഇപ്പോൾ എഴുതി കൊടുക്കുന്ന പ്രസംഗമാണെങ്കിൽ അത് തെറ്റൊന്നുമില്ല. കാരണം നിങ്ങളുടെ പ്രസംഗ വൈഭവമൊന്നുമല്ലല്ലോ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. പ്രസംഗ വൈഭവം ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങളൊരു സെക്കൻഡ് ഓർ തേർഡ് റാങ്കിലൊക്കെ പൊളിറ്റിക്സിൽ നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ പ്രസംഗ വൈഭവം. അത് കഴിഞ്ഞാൽ പിന്നെ പ്രസംഗ വൈഭവമല്ല, നിങ്ങൾ പറയുന്ന പോയിൻ്റാണ് ഇമ്പോർട്ടൻറ്റ്. എന്നാൽ പ്രസംഗ വൈഭവം കൂടെ ഉണ്ടെങ്കിൽ ഇതിന് 10 ഇരട്ടി എഫക്റ്റ് കിട്ടും. അതാണ് മോദിയുടെ വിജയം. മോദിക്ക് പോയിൻറ്റും പറയും, അതിൻ്റെ ഡെലിവറിയും കണക്ഷൻ വിത്ത് ദ ഓഡിയൻസ്, ഇതൊക്കെ ഭീകരമായ ഏർപ്പാടാണ് മോദിയുടെ. മോദി ഇരിക്കുന്ന സദസ്സിൽ ഇതുപോലെ മൈക്ക് കേടായിട്ടുണ്ട്. മോദി സംസാരിച്ചുകൊണ്ട് നിൽക്കും, മൈക്ക് നിന്നുപോയി, ഒച്ചയില്ല. ഉടനെ അത് ശരിയാക്കി കഴിഞ്ഞപ്പോൾ മോദി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നാളെ പത്രത്തിൽ വാർത്ത വരും കേട്ടോ, മോദിയുടെ മൊഴി മുട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് വാർത്ത വരും. അത്ര ലൈറ്റായിട്ട് പിണറായി വിജയൻ എന്തിനാണ് അതിന്? അതാണ് അദ്ദേഹം ഈ ഒരുപാട് പ്രസംഗവേദികളിൽ, ഇപ്പോൾ ചാഴിക്കാടൻ്റെ പാലായിലെ മീറ്റിംഗ്, വടകരയിലെ ശൈലജയുടെ മീറ്റിംഗ്, അവിടെയൊക്കെ പല കാരണങ്ങൾ പ്രസംഗം നീണ്ടുപോയി, ആവശ്യമില്ലാത്തത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പൊതുവേദിയിൽ ആയിരക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കെ ക്ഷുഭിതനാവുന്നൊരു പിണറായിയെ സ്ഥിരമായി നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഈ പലപ്പോഴും കാരണം കൂടാതെ ആൾക്കാരോട് ദേഷ്യപ്പെടും. അപ്പോൾ അങ്ങനെ ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ സുനിലിനോട് ചോദിക്കും, എന്തിനാ അവനോട് ദേഷ്യപ്പെട്ടത്? എൻ്റെ ചേട്ടാ, അവൻ്റെ ഫോൺ ഞാനാകെ ചൊറിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇവൻ്റെ ഫോണും കൂടെ ഞാൻ എപ്പോഴും ചൊറിഞ്ഞ് നിൽക്കുന്നൊരു മനുഷ്യനാണ് പിണറായി. എന്തിനോ വേണ്ടിയിട്ട് പുള്ളി ആകെ ഡിസ്റ്റർബ്ഡാണ് എപ്പോഴും. ഒന്ന് ഈ ഇൻസെക്യൂരിറ്റി, ഗൂഢാലോചന കോംപ്ലക്സ്, തനിക്ക് ചുറ്റും ശത്രുക്കളാണെന്നും തന്നെ അകപ്പെടുത്തുമെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ. കാരണം ഈ ഒരുപാട് ദുഷ്ചെയ്തികൾ ചെയ്തു കഴിഞ്ഞാലുണ്ട് നമ്മുടെ മനസ്സാക്ഷി നമ്മളോട് പറയും, ഏത് നിമിഷവും നീ പിടിക്കപ്പെടും, ഏത് നിമിഷവും മകൾ പിടിക്കപ്പെടും, ഏത് നിമിഷവും പാർട്ടി തകർന്ന് താഴെ വീഴും, വാങ്ങിയ സംഭാവനകൾ പുറത്തു വരും. പിണറായി വല്ലാത്ത പേടിയിലാണെന്നാണോ ടി ജി പറയുന്നത്? സംശയം എന്താ? അതുകൊണ്ടാണ് ഇത്രയധികം കേസുകൾ. എത്ര കേസാണ്, എത്ര പേരുടെ പേരിലാണ് അങ്ങനെ കേസെടുത്തിരിക്കുന്നത്? ചെറിയ ചെറിയ യൂട്യൂബർമാരുടെ പേരിൽ അത് സോഷ്യൽ മീഡിയയിൽ എഴുതി എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര കേസുകൾ. അല്ല, അതൊക്കെ ഈ പിണറായി അറിയാതെ ഈ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന കിങ്കരന്മാരുടെ ഒരിക്കൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ താഴെയുള്ളവർ ഇത് പറയാതെ തന്നെ ചെയ്യും. പക്ഷേ നിങ്ങൾ പറഞ്ഞിട്ടാണ് അവർ തുടങ്ങിയത് ഈ പ്രശ്നം. അല്ലെങ്കിൽ നിങ്ങളത് നിർത്തിക്കേണ്ടേ? എന്തിനാണോ ഈ നിസ്സാര കാര്യത്തിനൊക്കെ കേസ് കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കണം. ഇതെല്ലാം പിണറായി അറിയുന്നുണ്ടാവില്ല. അതാ ഇപ്പൊ പിണറായി അറിയുന്നില്ല രീതി. പാനൂർ ഇന്നലെ ബോംബ് പൊട്ടി,
ഇന്ന് രാവിലെ പത്രസമ്മേളനത്തിൽ ബോംബ് പൊട്ടുന്ന പോലെയാണോ സോഷ്യൽ മീഡിയയിൽ? അല്ല, ഞാൻ പ്രധാനപ്പെട്ട കാര്യം ടീച്ചർ ശ്രദ്ധപ്പെടുത്തുക. ഇന്ന് രാവിലെ നടന്ന പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു, ഇന്ന ആളുകൾ ബോംബ് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് എന്ത് നടപടിയെടുത്തു ചോദിച്ചപ്പോൾ ഞാൻ ഇൻ്റലിജൻസ് റിപ്പോർട്ടൊന്നും കണ്ടിട്ടില്ല. മുഖ്യമന്ത്രി റിപ്പോർട്ടില്ല, അതുകൊണ്ട് അങ്ങനെ കണ്ടിട്ടില്ല. ഈ റിപ്പോർട്ട് ഉണ്ട് എന്നൊക്കെ മാധ്യമങ്ങൾ പറയുന്നതല്ല. അത് ക്യാൻ യു പ്രൊഡ്യൂസ് എ കോപ്പി ഓഫ് ദാറ്റ് റിപ്പോർട്ട്? ഇൻ്റലിജൻസുകാർ എപ്പോഴും സേഫായിട്ട് കളിക്കും. എനിക്ക് ഇപ്പോൾ സിസ്റ്റം മാറിയിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ കാര്യം ഞാൻ പറയാം. രാത്രി 8 മണിക്ക് ഒരു റെഡ് ഫയൽ മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും മേശപ്പുറത്ത് വരും. ചുവന്ന തുണി ഇട്ട്, പിന്നെ സർക്കാർ ഫയലിനെ പോലെ നാടകട്ടി വരും. ഇതാണ് ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട്. അതിൽ ഈ കേരളത്തിൽ ആ ദിവസം നടന്ന പ്രധാനപ്പെട്ട കൊലപാതകങ്ങൾ, സമരങ്ങൾ, അടിപിടികൾ, അക്രമങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. പിന്നെ അവരുടെ നോർമൽ ഫീഡ്ബാക്ക്. ഇത് കഴിഞ്ഞിട്ട് ഒരു വെർബൽ ബ്രീഫിംഗ് ഉണ്ടായി. ഇൻ്റലിജൻസ് ADGP ആരെങ്കിലും ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞോ സാർ? ഒരു ചെറിയ കാര്യം കൂടെ ഉണ്ട്. എന്താടോ? ശിവശങ്കറിൻ്റെ പോക്കത്ര ശരിയല്ല സാർ. എന്താ അത്? അയാൾ വേറൊരു ഫ്ലാറ്റിൽ പോവുക, അത് ഇതൊക്കെ ഉണ്ട്. നമുക്ക് ദോഷമായിട്ട് വരുമോ? അതിച്ചിരി പ്രയാസമാണ് സാർ. എന്താ ചെയ്യുക അതിന്? ഒരാളൊരു ഫ്ലാറ്റിൽ പോകുന്നതിന് എനിക്ക് നടപടി എടുക്കാൻ പറ്റുമോ? ഇതൊക്കെ വിളിച്ച് ചോദിക്കാൻ പറ്റുമോ? അല്ല, സാറിനെ അറിയിച്ചെന്നേ ഉള്ളൂ, ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. വെർബൽ ബ്രീഫിങ് കഴിഞ്ഞു. ഇതുകൊണ്ടാണ് ഈ ശിവശങ്കർ ഏത് സ്വപ്ന എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ അറിയാം, ഡോക്യുമെൻ്റ് ഇല്ല. സംഭവമൊക്കെ പിണറായി വിജയൻ അറിയാം. തുടക്കത്തിൽ ഓർക്കണില്ലേ, സ്വപ്ന സുരേഷ് ഏത് എനിക്കറിയില്ല. പിന്നെ പുള്ളി പറഞ്ഞു എപ്പോഴോ ഒരിക്കലും എവിടെയോ കണ്ട പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. സംഗതി ഇങ്ങനെ അപ്പോയിൻ്റ് ചെയ്ത് അവർ കയറി ക്ലിഫ് ഹൗസിനുള്ളിലിരിക്കുകയാണ് കക്ഷി. എന്നിട്ടും പുള്ളി പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ എന്തു വാങ്ങിക്കോട്ടെ, ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. ഇപ്പോൾ ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ആരും പുറത്താരും കിട്ടില്ല. പിന്നെ ഇപ്പോൾ മാധ്യമ സൃഷ്ടിയാണെന്നാണോ TJ പറയുന്നത്? മാധ്യമ സൃഷ്ടി ആവാം. കാരണമുണ്ടല്ലോ, മാധ്യമങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് എടുത്ത് ഇല്ല. കേരളത്തിലെ മാധ്യമങ്ങൾ സ്വതവേ ദുർബലരാണ്. പക്ഷെ മറ്റൊന്നുണ്ട്, ഒരു മാധ്യമ പ്രവർത്തകർ എന്ന നിലയിലുള്ള അനുഭവമാണ്. ഇത്തരം കാര്യങ്ങൾ ഇൻ്റലിജൻസിൽ നിന്നൊക്കെ മാധ്യമപ്രവർത്തകർ അറിയാറുണ്ട്. അറിയും. നിങ്ങൾ ആ കടലാസ് പുറത്ത് കൊണ്ടുവരണം. അത് പറ്റില്ല. അതാണ് കേരളത്തിന് പുറത്തുള്ള മാധ്യമങ്ങളുടെയും കേരളത്തിലെ അകത്തെ മാധ്യമങ്ങളുടെയും വ്യത്യാസം. അതാണ്. ഇപ്പോൾ ഈ റഫാൽ ഡീൽ നടന്നല്ലോ. റഫാൽ വലിയ സുപ്രീം കോടതിയിൽ ബഹളം അത് ഇതൊക്കെ നടക്കുന്നു. ഹിന്ദു പത്രം ഈ ഡിഫൻസ് വകുപ്പിൽ നിന്ന് ഈ റഫാലിൻ്റെ കടലാസുകൾ മോഷ്ടിച്ചെടുത്തു. എന്നിട്ട് ഹിന്ദുവിൽ ഫോട്ടോ കോപ്പി കൊടുത്തു. ആഭ്യന്തര വകുപ്പ് ഞെട്ടിപ്പോയി. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മോദിയുടെ മൂക്കിന് താഴെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് കടലാസുകൾ പുറത്തു പോയി, ഫോട്ടോ കോപ്പി പുറത്തു പോയി. കടലാസ് മോഷ്ടിക്കുക എന്ന് പറയുന്നത് സാങ്കേതികമായിട്ട് ശരിയല്ല. കടലാസ് അടിച്ചു മാറ്റില്ല, കോപ്പി എടുത്ത് ഒറിജിനൽ അതിനകത്ത് തന്നെയുണ്ട്. ഇതാണ് പത്രപ്രവർത്തനം. അതുകൊണ്ട് ഞാൻ റഫാലിൽ ഇത് അഴിമതി ഉണ്ടായിരുന്നു എന്ന് പറയുകയല്ല. ദിസ് ഈസ് ദ വേ യു ഹാവ് ടു ഓപ്പറേറ്റ്. ഇപ്പോൾ ദിലീപിൻ്റെ കേസ് ഭയങ്കര കോൺട്രവേഴ്സിയാണല്ലോ. അത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ്. ഈ ഇൻ ക്യാമറ പ്രൊസീഡിങ്സിൽ ഒരു വക്കീലിൻ്റെ വേഷമിട്ടിട്ട് ഒരു പത്രലേഖകൻ പോയിട്ട് അവിടെ നടന്ന കാര്യങ്ങൾ കുറിച്ചെടുത്തിട്ട് ഫ്ലാഷ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? വൈ ഡോണ്ട് യു ഡൂ ദാറ്റ്? അതാണ് പത്രപ്രവർത്തനം. നിങ്ങൾക്കൊക്കെ പേടിയാണ് പത്രപ്രവർത്തകൻ എന്നൊക്കെ പറഞ്ഞാൽ. നിങ്ങളുടെ പ്രാഥമിക വികാരം ഭയമാണ്. മാതൃഭൂമിയുടെ 3 പത്രലേഖകരുടെ പേരിൽ UAPA കേസല്ലേ? ഇപ്പോഴത്തെ കേസ് പിൻവലിച്ചിട്ടില്ല. മാതൃഭൂമി പോലും മിണ്ടുന്നില്ല. ഞങ്ങളുടെ 3 പേര് കേസിലാണ്. ഏഷ്യാനെറ്റിൻ്റെ പത്രലേഖകരുടെ പേരിൽ കേസുണ്ട്. എന്തായി? കേസ് എങ്ങും ആയിട്ടില്ല, പക്ഷേ FIR ഓൾവേസ് നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഒരു വാള് തൂങ്ങിക്കിടക്കുന്നു. കേരളത്തിലെ മാധ്യമപ്രവർത്തകർ പൊതുവേ ഭീരുക്കളാണ്. ഞാൻ അപമാനിച്ചിട്ട് പറയുകയല്ല, റിസ്ക് എടുക്കാൻ മടിക്കുന്നവരാണ്. റിസ്ക് പത്രപ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ്. അതെടുത്തേ പറ്റുള്ളൂ. അങ്ങനെയാണ് ലോകപ്രശസ്ത മാധ്യമപ്രവർത്തകരുണ്ടാകുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കുറേ പേര് കൂടിയിട്ട് കൈയടിച്ചൊരുത്തിന് അവാർഡ് കൊടുക്കും. ധീരമായ മാധ്യമപ്രവർത്തനം ഒന്നും ധീരമൊന്നുമല്ല. സിദ്ദീഖാപ്പുരം കിട്ടി. സബ്വേഴ്സീവ് ആക്ടിവിറ്റി ചെയ്തിട്ട് അവാർഡ് വാങ്ങുന്ന ആൾക്കാർ.
രാജ്യദ്രോഹികൾക്ക് കൊടുക്കുന്ന അവാർഡ്, ഇതൊക്കെയാണ് നടക്കുന്നത്. അതുപോട്ടെ, കമ്മിങ് ബാക്ക് ടു മൈക്ക്, പിണറായി വിജയൻ ഈ മൈക്കിൽ കിടന്ന് കളിക്കുന്നത് അദ്ദേഹം ഉള്ളിൽ ഇൻസെക്യൂർ ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നം. ഇപ്പോൾ ലേറ്റസ്റ്റ് തലയോലപ്പറമ്പിൽ നടന്നു എന്ന് പറഞ്ഞ സംഭവത്തിൽ ആ മൈക്ക് ഒടിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. മൈക്ക് ഇങ്ങനെ, അത് അല്പപ്രാണിയാണല്ലോ, ഇങ്ങനെ ആ സ്പ്രിങ് വെച്ച് ഇങ്ങനെ കറങ്ങി വളയുന്ന സാധനം. ഇത് നേരെയാക്കണമെങ്കിൽ, പൊക്കണമെങ്കിൽ അതിൻ്റെ അടിയിൽ പിടിക്കണം. സാമാന്യ ബുദ്ധിക്ക് നമുക്ക് മനസ്സിലാവും. അടിയിൽ പിടിച്ചിട്ട് അത് പൊക്കി കഴിഞ്ഞാൽ പൊങ്ങും. അടിയിൽ പിടിക്കാതെ ഇതിനെ തള്ളിക്കഴിയുമ്പോൾ അത് അങ്ങോട്ട് മലന്ന് പോയി, പൊളന്നു പോയി. പാവം മൈക്ക്. അത് മുഖ്യമന്ത്രി നമുക്ക് കാണാമല്ലോ, പുള്ളി അസാമാന്യം ബലം പ്രയോഗിച്ച് കൈയുടെ ഇവിടം വെച്ചിട്ടാണ് പുള്ളി തള്ളുന്നത്. അങ്ങനെയൊക്കെ മൈക്ക് തള്ളേണ്ട കാര്യം എന്താ? എത്രയോ സ്ഥലത്ത് നമ്മളൊക്കെ മൈക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു. മൈക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അറിയാതെ നമ്മുടെ മറ്റേ കൈ മൈക്കിൻ്റെ മൂട്ടിലേക്കും അവിടെ ഫേമായിട്ട് പിടിച്ചിട്ട് വേണം പിന്നെ ഇത് മുകളിലോ താഴെയോ സൈഡിലോ ഒക്കെ കൊണ്ടുപോകാൻ. അല്ലെങ്കിൽ ഇവിടെ വെച്ച് ഒടിഞ്ഞു പോകുക. അത് നിങ്ങൾക്ക് ഗുസ്തി പിടിക്കാനുണ്ടാക്കിയിരിക്കുന്ന സാധനമല്ല, അത് സംസാരിക്കാനുള്ള, ശബ്ദം പ്രസരിപ്പിക്കാനുള്ള സാധനം. ആ സംഭവത്തിൽ പിണറായിക്ക് ദേഷ്യം വന്നില്ല. ദേഷ്യം വരില്ല, തെരഞ്ഞെടുപ്പായതുകൊണ്ട്. തെരഞ്ഞെടുപ്പ് കഴിയട്ടോ, നിന്നെ കാണിച്ചു തരാം ഞാൻ. ഈ പണ്ട് പോലീസുകാരുണ്ടല്ല, ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വല്ലാതെ കളിക്കുമ്പോൾ അവർ പറയും, ഗവർണർ ഭരണം വരട്ടെ, കാണിച്ചു തരാം. ഗവർണർ ഭരണത്തിൽ രാഷ്ട്രീയക്കാർക്ക് അപ്പം നിന്നെ ഇടിച്ച് ഞാൻ ചമ്മന്തിയാക്കും എന്ന് പറയുന്ന പോലെ തെരഞ്ഞെടുപ്പ് കഴിയട്ടോ, നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടാ പിടിക്കുകയും ചെയ്യും. ആ മൈക്കിൻ്റെ ഓപ്പറേറ്ററെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം, ഏപ്രിൽ 26 വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ തലയോലപ്പറമ്പിലെ മൈക്കുകാരൻ ആരാണോ അവനെ തല്ലും. മെക്കിട്ട് കയറി വഴക്കുണ്ടാക്കി അവനെ അടി കിട്ടും. അവനൊരു 10 ദിവസത്തേക്ക് മാറി നിൽക്കുന്നതാണ് നല്ലത്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, തെരഞ്ഞെടുപ്പ് വരെ ഒരു റിസ്ക്കും ഇല്ല. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇതെല്ലാം ഇത്തരം മൈന്യൂട്ടായ കാര്യങ്ങളൊക്കെ പിണറായി നേരിട്ട് പറഞ്ഞ് ചെയ്യുന്ന, ഇതൊക്കെ കുറേ ആളുകൾ പ്രീതി പിടിച്ച് പറ്റാൻ ചെയ്യുന്നതായിരിക്കും. അല്ലാന്ന് ഞാൻ പറയട്ടെ, എങ്ങനെയാണ് കേരള പോലീസ് ആക്ട് 118A വകുപ്പ് വന്നത്? ഓർഡിനൻസ് ആയിട്ട് പിണറായി അറിയാതെ പിൻവലിച്ചത് വലിയ ബഹളം നടന്നപ്പോൾ പിൻവലിച്ചു. അല്ല, അതുപോലെയാണോ വഴി കൂടെ? അല്ലാതെ അതിനകത്ത് എന്താ എഴുതിയിരുന്നത്? എന്തായിരുന്നു 118A വകുപ്പ്? ഞാൻ സുനിലിനെ തെറി പറയുന്നു, സുനിലിനല്ലേ പരാതി ഉണ്ടാവേണ്ടത്, പക്ഷെ പോലീസിന് കേസെടുക്കുക കോഗ്നൈസബിൾ ഒഫൻസാണ്. ഇതുപോലത്തെ സാധനങ്ങളാണ് 118Aയിൽ. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോ അത് പ്രസരിപ്പിക്കുക ഇതൊക്കെ. ഇപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈലിലൊരു വീഡിയോ ഉണ്ടാക്കുന്നു, അത് കുറ്റമാണ്. നമ്മളൊന്നും ചെയ്തിട്ടില്ല, ഉണ്ടാക്കി നമ്മുടെ ഗാലറി കിടക്കുകയാണ് ആ വീഡിയോ. ദാറ്റ് ഈസ് ആൻ ഒഫൻസ്. ഇത് നമ്മൾ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ അപ്ലോഡ് ചെയ്തു, ദാറ്റ് ഈസ് ആൻ ഒഫൻസ്. അത് പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നു, ദാറ്റ് ഈസ് ആൻ ഒഫൻസ്. അപ്പോൾ പ്രോഗ്രസീവായിട്ട് നിങ്ങളെ പിടിക്കുന്നത് എങ്ങനെയാണ്? ഈ വകുപ്പിൽ കുറ്റകരമായ വീഡിയോ നിങ്ങൾ കഴിഞ്ഞ വർഷം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തെന്ന് വെച്ചോ, അതിപ്പോഴും കടന്ന് വ്യൂവർഷിപ്പ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, അത് കുറ്റമാണ്. അതുകൊണ്ട് നിങ്ങളെ മുൻകാല പ്രാബല്യത്തോടെയാണ് ഈ വകുപ്പ് വരുന്നത്. ഇതൊക്കെ പിണറായി വിജയൻ ഒന്നും അറിഞ്ഞില്ല, താഴെയുള്ളവർ ചെയ്യുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ കറുത്ത കൊടി, കരിങ്കൊടി പ്രകടനം വലിയ വിവാദം ഉണ്ടായല്ലോ. ആ സമയത്ത് നമ്മുടെ കൊച്ചിയിലെ പോലീസ് കറുത്ത മാസ്ക് വെച്ചവരെ പിടിച്ചു. ഇത് പിണറായി പറഞ്ഞിട്ടാണോ? പറഞ്ഞിട്ടാവണമെന്നില്ല. ഇത് ഈ പറഞ്ഞ പോലെ ഒരു സാമാന്യ ബുദ്ധിക്ക് അവർ ചെയ്യുന്നത്, തമ്പുരാനൊരു പ്രയാസം തോന്നണ്ട എന്ന് കരുതി ചെയ്യുന്നതാണ്. അതാണ്. ബട്ട് അല്ല, അബ്സല്യൂട്ട്ലി ഇന്നസെൻ്റ് അല്ല പിണറായി. ഇത് തുടങ്ങി വെച്ച് ത്രൂ ദിസ് ഓർഡിനൻസ് ഹി സൈൻ ദാറ്റ്. എന്നിട്ട് ഗവർണറെ അയച്ചു. ഞാനന്ന് പോയി ഗവർണറെ കണ്ട് റിക്വസ്റ്റ് ചെയ്തു, സാർ ഇത് സൈൻ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. പുള്ളി കേട്ടില്ല, പുള്ളി സൈൻ ചെയ്തു. 4 ദിവസം കഴിഞ്ഞപ്പോൾ അത് വിഡ്രോ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതും പുള്ളി സൈൻ ചെയ്തു. അപ്പോൾ ഈ പിണറായിക്ക്, പാർട്ടിക്ക് ഈ ഒരു ലൈനാണ് എന്ന് പോലീസുകാർക്ക് അറിയാം. അവർ പിന്നെ ആ ലൈനിൽ അവരും ചിലപ്പോൾ ഓവർഡൂ ചെയ്യും, പലതും ചെയ്യും. പേടി വന്നാൽ മനുഷ്യൻ്റെ മനോനില തെറ്റും. അതുകൊണ്ട് സംഭവിക്കുന്നത്, പോലീസിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഇപ്പോൾ 10 മണിക്ക് പിണറായി വിജയൻ ഇതിലൂടെ വരുന്നു. SP വരുന്നത്, SP ഓർഡർ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് വരുമ്പോൾ 9 മണിക്ക് വരുമെന്ന് എഴുതും. 1 മണിക്കൂർ നേരത്തെ ഇരിക്കട്ടെ സേഫായിട്ട്. SP താഴെയുള്ളവരോട് പറയുമ്പോൾ 8 മണി എന്നാക്കും. അവസാനം ഇത് സാധാ പോലീസുകാരൻ്റെ വരുമ്പോൾ 6 മണി. നമ്മൾ നോക്കുമ്പോൾ 6 മണി ഒരു കുറ്റിനാട്ടിയ പോലെ ഈ പാവം അവിടെ നിൽപ്പുണ്ട്. 7ആയി, 8ആയി, 9ആയി, 10ആയി. 10 മണിക്കെതിരെ പാസ് ചെയ്യുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി 1 മണിക്കൂർ താമസിക്കുന്നു. 11 മണി. 5 മണിക്കൂർ ഈ പാവം കുറ്റിനാട്ടിയതുപോലെ റോഡിൽ നിൽക്കും. ഇതാണ് ഇതുപോലത്തെ നിർദ്ദേശങ്ങളുടെ പ്രശ്നം. അതേസമയം AK ആൻ്റണി ഉണ്ടായിരുന്ന കാലത്ത് വയർലെസ്സിലൂടെ
1-to-1 വയർലെസ് ആണെന്ന് വിചാരിച്ചു. പക്ഷേ അത് ജനറൽ വയർലെസ് ആയിരുന്നു, എല്ലാവരെയും കണക്ട് ചെങ്ങായി വന്നിട്ടൊന്നും ഈ നോബുണ്ടല്ലോ അതിൻ്റെ 1, 2, 3, 4 എന്ന് പറഞ്ഞുണ്ട്. 1 ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും മാത്രമേ കേൾക്കുള്ളൂ. 2 ഇട്ട് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പുണ്ട് അത് കേൾക്കും. 3 ഇട്ടാൽ കേരളം മൊത്തം കേൾക്കും. 3യിൽ കിടക്കുമ്പോൾ 1 ആണെന്ന് വിചാരിച്ച ഒരാൾ പറഞ്ഞു, ഈ പണ്ടാരക്കാലം അന്ന് പോയില്ലേടാ ഇതുവരെ. ആര്? പ്രതിരോധ മന്ത്രി AK ആൻ്റണി. അയാളെ പിന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ബട്ട് ആൻ്റണി ഇടപെട്ടിട്ട് പറഞ്ഞു, എനിക്കറിയാം എന്താ സംഭവിക്കുന്നത്. കാരണം ആൻ്റണി ഇവൻ 12:45 മണിയോ മറ്റോ ആയി, ഒരു വെയിലത്ത് നിൽക്കുന്ന മനുഷ്യനാണ് ഇത് ചോദിക്കുന്നത്. അപ്പോൾ ആൻ്റണി നോക്കി കഴിയുമ്പോൾ ഈ ഇക്വേഷൻ അനുസരിച്ച് ഇവനൊരു രാവിലെ 6 മണി മുതൽ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ 12:45 വരെ ആയിട്ട് ഇതുവരെ ആ പണ്ടാരക്കാലം വന്നില്ലേ, കെട്ടിയെടുത്തില്ല എന്ന് മറ്റോ ചോദിച്ചു. ആൻ്റണി പറഞ്ഞു, ഒരാക്ഷനും എടുക്കരുത്, ബിക്കോസ് ഐ നോ ദെയർ സഫറിങ്. എനിക്കറിയാം ആ പ്രോസസ്സ് എനിക്ക് തടയാൻ പറ്റില്ല, പോലീസിൽ ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ. പക്ഷേ അതിൽ പെട്ടുപോയ ഒരു സാധുവിനെ എന്നെ പണ്ടാരക്കാലിൽ നിന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ശിക്ഷിക്കില്ല എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് അനദർ ക്യാരക്ടർ. പിണറായി വിജയനാണെങ്കിൽ ഇയാൾ തൂക്കിക്കൊല്ലാൻ മതി. പക്ഷേ എന്തൊക്കെയാണെങ്കിലും തലയോലപ്പറമ്പിൽ അന്നത്തെ ആ ഫംഗ്ഷനിൽ ചിരിക്കുന്ന ഒരു പിണറായി കണ്ടു. കേരളം അത് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ആ വീഡിയോ സ്ലോ മോഷനിൽ ഒരാൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട്. അതിൽ കാണുന്നത് പിണറായിയുടെ പ്രസംഗം, കയ്യിൽ എഴുതിയ പ്രസംഗമുണ്ട്, അത് താഴെ വീണു. അത് താഴെ വീണ് പിണറായിക്ക് കുനിഞ്ഞത് എടുക്കാൻ പറ്റുന്നില്ല, അഥവാ ഒരല്പം നിസ്സഹായത. അത് കഴിഞ്ഞാണ് ഈ മൈക്കിൽ കയറി പിടിക്കുന്നത്. അപ്പോൾ ഈ എഴുതിയ പ്രസംഗം താഴെ പോയതിൻ്റെ ദേഷ്യം തീർത്തതാണ് മൈക്കിൽ. ബട്ട് മൊത്തത്തിൽ തിരഞ്ഞെടുപ്പാണല്ലോ എന്നുള്ള വിവേകം അപ്പോൾ വരികയും ചിരിച്ചുകൊണ്ട് പോയി കസേരയിൽ ഇരിക്കുകയും ചെയ്തു. അത് സ്ലോ മോഷനിൽ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്, എന്തോ താഴെ വീഴുന്നുണ്ട്, ഇങ്ങനെ താഴെ നോക്കുന്നുണ്ട്, എന്നിട്ടാണ് മൈക്കിൽ കയറി പിടിക്കുന്നത്. എനിവേ ദാറ്റ് എ പാർട്ട്. അദ്ദേഹത്തെ ഒരു ഇൻസെക്യൂരിറ്റി വല്ലാതെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.